അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാന കണ്ണികൾ കൊച്ചിയിൽ പിടിയിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാജസ്ഥാൻ, ഹരിയാന സ്വദേശികളെയും മോഷണത്തിനുപയോഗിച്ച കണ്ടെയ്നർ ലോറിയും പനങ്ങാട് പോലീസ് പിടികൂടി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ തകർത്ത് കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പോലീസ് കീഴടക്കിയത്. അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ പിടികൂടിയ പോലീസ് നീക്കങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് സംസ്ഥാന മോഷ്ടാക്കളെ കേരള പോലീസ് അതിസാഹസികമായി പിടികൂടിയത് ഇവിടെ നെട്ടൂരിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരള പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് ഹരിയാനയിലെയും രാജസ്ഥാനിലെയും മോഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളെ പിടികൂടിയത്. ഈ കാണുന്ന കണ്ടെയ്നർ ലോറിയിലാണ് അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാന കണ്ണികൾ കേരളത്തിലേക്ക് എത്തിയത്. നെട്ടൂരിൽ നിന്ന് പനങ്ങാട് പോലീസ് പിടികൂടിയ ഈ സംഘത്തിൽ 2 ഹരിയാന സ്വദേശികളും 1 രാജസ്ഥാൻ സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത്. നെട്ടൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പുലർച്ചെ 4 മണിയോടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പിടികൂടിയ 3 പേരും അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രതികളുടെ കേസ് വിവരങ്ങൾ പരിശോധിക്കുന്നു. പുലർച്ചെ 5 മണിയോടെ പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു. 10ലധികം മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള രാജസ്ഥാൻ സ്വദേശി സൈക്കിൾ തകർത്തുകൊണ്ട് പോകുന്നത് സ്റ്റേഷന് പുറകിലുള്ള ഈ കാട്ടിലേക്കാണ്. പുലർച്ചെ മുതൽ സൈക്കിളിനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുന്നു. നാല് മണിക്കൂർ നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ നിന്ന് നാട്ടുകാർ കണ്ടെത്തുന്നു. വിവരമറിഞ്ഞ പോലീസ് പ്രദേശം ചുറ്റി വളഞ്ഞുള്ള പരിശോധന നടത്തുന്നു. ഒടുവിൽ അരമണിക്കൂറിനപ്പുറം നാട്ടുകാരും പോലീസും ചേർന്ന് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടുന്നു. പിടികൂടിയ സൈക്കിളിനെ പോലീസ് നടക്കുന്നു. പിന്നീട് വാഹനം മോഷ്ടിച്ചതും ഉപേക്ഷിച്ചതടക്കമുള്ള നിർണായക വിവരങ്ങൾ പോലീസിനോട് സമ്മതിക്കുന്നു. സംഭവം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാറ് മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷൻ.